ഹലോ ഫ്രണ്ട്സ്, നാളെ ഫയർ വുമൺ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള IT ആക്ടിലെ ക്ലാസ്സാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പം ഈ ക്ലാസ് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നാളത്തെ പരീക്ഷയ്ക്ക് 2 മാർക്ക് ഉറപ്പായിട്ടും ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ലഭിക്കുന്നതാണ്. അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. IT ആക്ട് നമ്മൾ ഫയർ വുമൻ്റെ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 2 മാർക്കാണ് IT ആക്ടിന് ചോദിച്ചിട്ടുള്ളത്. അതിലും ചോദിച്ചിട്ടുള്ള സിലബസിൽ സെക്ഷൻസ് ആണ് മെയിനായിട്ട് ചോദിക്കുന്നത്. പരീക്ഷയ്ക്ക് സെക്ഷൻസ് ആണ് ചോദിക്കുന്നത്. IT ആക്ടിലെ പ്രധാനപ്പെട്ട സെക്ഷൻസ് ആണ്. 2 മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട സെക്ഷൻസ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ആദ്യം തന്നെ നോക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ സെക്ഷൻസ് റിലേറ്റഡ് ടു കോമ്പൻസേഷൻ ഫോർ ഒഫൻസസ്, അതായത് നഷ്ടപരിഹാരം നൽകുന്ന സെക്ഷൻസ് ഏതൊക്കെയാണ്? നഷ്ടപരിഹാരം, അതാണ് സെക്ഷൻസ് റിലേറ്റഡ് ടു കോമ്പൻസേഷൻ ഫോർ ഒഫൻസസ്. നഷ്ടപരിഹാരം നൽകുന്ന ഒഫൻസസ് 2 ഒഫൻസസ് ആണ്. സെക്ഷൻ 43 അതുപോലെ തന്നെ സെക്ഷൻ 43A നഷ്ടപരിഹാരത്തിൻ്റെ സെക്ഷൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ സെക്ഷൻ 43 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. പെനാൽറ്റി ആൻഡ് കോമ്പൻസേഷൻ ഫോർ ഡാമേജ് ടു കമ്പ്യൂട്ടർ ഓർ കമ്പ്യൂട്ടർ സിസ്റ്റംസ് എക്സെട്ര, അതായത് കമ്പ്യൂട്ടറോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനൊക്കെ ഡാമേജ് വരുത്തുന്നതിനുള്ള പെനാൽറ്റി, അതായത് നഷ്ടപരിഹാരത്തെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 43. ക്ലിയർ അല്ലേ? അത് മലയാളത്തിൽ പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. പറയാം കമ്പ്യൂട്ടർ സിസ്റ്റം മുതലായവയുടെ കേടുപാടുകൾക്കുള്ള പിഴയും നഷ്ടപരിഹാരത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻസ്. അപ്പോൾ എന്താണ് സെക്ഷൻ 43? കമ്പ്യൂട്ടർ സിസ്റ്റം മുതലായവയുടെ കേടുപാടുകൾക്കുള്ള പിഴയും നഷ്ടപരിഹാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 43. അത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുവാണെങ്കിൽ ഉടമയുടെയോ ചുമതലയുള്ള വ്യക്തിയുടെയോ അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നതിലൂടെ കമ്പ്യൂട്ടർ സിസ്റ്റം, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നിവയുടെ കേടുപാടുകൾ സംഭവിച്ചാൽ അങ്ങനെ ബാധിക്കപ്പെടുന്ന വ്യക്തിക്ക് നഷ്ടപരിഹാരവും പിഴയും നൽകാൻ അയാൾ ബാധ്യസ്ഥനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇത്ര അങ്ങ് പഠിച്ചു വെച്ചാൽ നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി ഇത്രയും ഓർത്ത് വെച്ചാൽ സെക്ഷൻ 43 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം മുതലായവയുടെ കേടുപാടുകൾക്കുള്ള പിഴയും നഷ്ടപരിഹാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 43. ഈ സെക്ഷൻ 43 പ്രകാരം പിഴ പരമാവധി 1 കോടി വരെ പിഴ വരുന്നതാണ് കേട്ടോ. അപ്പം നഷ്ടപരിഹാരം എത്രയാണ്? പരമാവധി 1 കോടി രൂപ വരെയാണ്. അപ്പോൾ സെക്ഷൻ 43 പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. സെക്ഷൻ 43 പ്രകാരം എത്ര രൂപ വരെ കോടതിക്ക് പിഴ നൽകാൻ സാധിക്കുമെന്ന്, അതായത് എത്ര രൂപ വരെ പിഴ കൊടുക്കാൻ സാധിക്കുമെന്ന്, അതായത് പിഴ നൽകാൻ സാധിക്കും. അത് 1 കോടി രൂപ വരെയാണ്. പരമാവധി 1 കോടി രൂപ വരെയാണ് പിഴയായിട്ട് അടയ്ക്കേണ്ടത്. അപ്പോൾ സെക്ഷൻ 43 എന്താണ്? കമ്പ്യൂട്ടർ സിസ്റ്റം മുതലായവയുടെ കേടുപാടുകൾക്കുള്ള പിഴയും നഷ്ടപരിഹാരത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 43. പിഴ എത്രയാണ്? പരമാവധി 1 കോടി രൂപ വരെയാണ് പിഴ വരുന്നത്. ക്ലിയർ അല്ലേ? കമ്പ്യൂട്ടർ സിസ്റ്റം മുതലായവയുടെ കേടുപാടുകളും ഉള്ള പിഴയും നഷ്ടപരിഹാരത്തെക്കുറിച്ചുള്ള പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 43. പഠിച്ചല്ലോ. ഇനി നമ്മൾ സെക്ഷൻ 43A. സെക്ഷൻ 43A എന്ന് പറഞ്ഞാൽ കോമ്പൻസേഷൻ ഫോർ ഫെയിലുവർ ടു പ്രൊട്ടക്ട് ഡാറ്റ. അപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിൽ പറയുമ്പോൾ മനസ്സിലാകും കുറച്ചുകൂടെ. ഡാറ്റ പരിരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാലുള്ള നഷ്ടപരിഹാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ്. അപ്പോൾ എന്താണ് നമ്മൾ സെക്ഷൻ 43 പഠിച്ചത്? കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെയൊക്കെ എന്താണ് ഡാമേജ് വരുത്തുന്നത്, അതായത് കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ എന്താണ് പറഞ്ഞത്? കമ്പ്യൂട്ടർ സിസ്റ്റം മുതലായവയുടെ കേടുപാടുകൾ വരുത്തിയാലുള്ള പിഴയും നഷ്ടപരിഹാരത്തെക്കുറിച്ചാണ് സെക്ഷൻ 43 പഠിച്ചത്. സെക്ഷൻ 43A എന്താണ്? ഡാറ്റ പരിരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാലുള്ള നഷ്ടപരിഹാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് കേട്ടോ. അത് ഇപ്പോഴേ അങ്ങ് പഠിച്ചു പോണേ. അപ്പോൾ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു കോർപ്പറേറ്റ് ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ ആയ കമ്പ്യൂട്ടർ റിസോഴ്സിൽ ഏതെങ്കിലും സെൻസിറ്റീവ് വ്യക്തിഗത വിവരങ്ങൾ കൈവശം വെക്കുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലും സുരക്ഷാ സമ്പ്രദായങ്ങൾ നടപ്പിലാക്കുന്നതിലുള്ള അശ്രദ്ധ മൂലം ഏതെങ്കിലും വ്യക്തിക്ക് നഷ്ടമുണ്ടായാൽ ആ വ്യക്തി നഷ്ടപരിഹാരം നൽകാൻ കോർപ്പറേറ്റ് ബോഡി ബാധ്യസ്ഥരാണ്. അതായത് നമ്മുടെ വിവരങ്ങളൊക്കെ എന്തെങ്കിലും, ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, ഒരു കമ്പനിയിൽ ഡാറ്റ സൂക്ഷിച്ചു വെക്കുക, ആ ഡാറ്റ നശിപ്പിക്കുക. ആ ഡാറ്റ നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ നശിപ്പിക്കുന്ന വ്യക്തിക്ക് വരുന്ന പിഴയാണ് ഇവിടെ പറയുന്നത്. അത്രയും നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. ഡാറ്റ പരിരക്ഷിക്കുന്നതിൽ, അതായത് ഇപ്പോൾ ഒരു കമ്പനി ആ ഡാറ്റ പരിരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാലുള്ള നഷ്ടപരിഹാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് കേട്ടോ. അപ്പോൾ ക്ലിയർ അല്ലേ? സെക്ഷൻ 43A എന്താണ്? ഡാറ്റ പരിരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാലുള്ള നഷ്ടപരിഹാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 43A. ഇതിൻ്റെ നഷ്ടപരിഹാരം പരമാവധി 5 കോടി വരെ വരാം കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് നോക്കണം. ഇതിന് നഷ്ടപരിഹാരം എത്രയാണ്? പരമാവധി 5 കോടി വരെ വരാം.
പരമാവധി 5 കോടി വരെ വരാം. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം, അതായത് നമുക്ക് ഈ കോമ്പൻസേഷൻ വരുന്ന IT ആക്ടിലെ കോമ്പൻസേഷൻ, അതായത് നഷ്ടപരിഹാരം, പിഴ അടക്കേണ്ട നഷ്ടപരിഹാരം വരുന്ന 2 വകുപ്പുകളാണുള്ളത്. സെക്ഷൻ 43 സെക്ഷൻ 43A സെക്ഷൻ 43 എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പ്യൂട്ടർ സിസ്റ്റംസിലൊക്കെ എന്താണ് കേടുപാടുകൾ വരുത്തിയാലുള്ള പിഴയും നഷ്ടപരിഹാരമാണ് സെക്ഷൻ 43 പറയുന്നത്. അതിൻ്റെ പിഴ നഷ്ടപരിഹാരം എത്രയാണ്, പരമാവധി 1 കോടി രൂപ വരെ വരാം. സെക്ഷൻ 43. സെക്ഷൻ 43A എന്താണ്, ഡാറ്റ പരിരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാലുള്ള നഷ്ടപരിഹാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 43A. ഇവിടെ നഷ്ടപരിഹാരം എത്ര വരെ വരാം, 5 കോടി രൂപ വരെ വരാം. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത്ര നമ്മൾ നഷ്ടപരിഹാരത്തെക്കുറിച്ചാണ് പഠിച്ചത്, ഈ 2 സെക്ഷൻസും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൻസ് റിലേറ്റിംഗ് ടു പണിഷ്മെൻറ്റ് ഫോർ സൈബർ ഒഫൻസ്. ഇനി സൈബർ കുറ്റകൃത്യങ്ങൾക്കുള്ള പിഴയും ശിക്ഷയുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സൈബർ കുറ്റകൃത്യങ്ങൾ, ഇതുവരെ നഷ്ടപരിഹാരത്തെക്കുറിച്ചുള്ള സെക്ഷനാണ് സെക്ഷൻ 43A പഠിച്ചത്. ഇനി നമ്മൾ സൈബർ ഒഫൻസസ്, അതായത് സൈബർ കുറ്റകൃത്യങ്ങൾക്കുള്ള പണിഷ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 65. അതായത് 65 എന്ന് പറഞ്ഞാൽ ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റ്. അതായത് സൈബർ ടാമ്പറിങ്ങിനെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 65. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, സൈബർ ടാമ്പറിങ്ങിനെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്? സെക്ഷൻ 65 ആണ്. അപ്പോൾ എന്താണ് ഈ സൈബർ ടാമ്പറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലെ ശരിയായ രേഖകൾ നീക്കം ചെയ്യുകയോ തെറ്റായ രേഖകൾ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്നതാണ് സൈബർ ടാമ്പറിംഗ്. അപ്പോൾ എന്താണ്? അപ്പോൾ പഠിച്ചു വെച്ചോണം, ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലെ ശരിയായ രേഖകൾ നീക്കം ചെയ്യുകയോ തെറ്റായ രേഖകൾ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്നതാണ് സൈബർ ടാമ്പറിംഗ്. മനസ്സിലാണ് സൈബർ ടാമ്പറിംഗ്. അപ്പോൾ സൈബർ ടാമ്പറിംഗ് എന്താണ്? ടാമ്പർ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ രേഖകളൊക്കെ ടാമ്പർ ചെയ്ത് കളഞ്ഞിട്ട് തെറ്റായ രേഖകൾ ഉൾപ്പെടുത്തുക എന്നൊക്കെയാണ് ഈ ടാമ്പറിങ്ങിൻ്റെ അർത്ഥം. അതാണ്. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്യണം. സെക്ഷൻ 65 എന്നാണ് സൈബർ ടാമ്പറിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ്. അതുപോലെ തന്നെ ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലെ ശരിയായ രേഖകൾ നീക്കം ചെയ്യുകയോ തെറ്റായ രേഖകൾ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്നതാണ് സൈബർ ടാമ്പറിംഗ് എന്ന് പറയുന്നത്. ഇനി ശിക്ഷ എന്ന് പറഞ്ഞാൽ ഈ സൈബർ ടാമ്പറിംഗ് അഥവാ സെക്ഷൻ 65ൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കുന്ന ശിക്ഷയാണ്. അപ്പം പഠിച്ചു നോക്കണം, 3 വർഷം വരെ പിഴ, 3 വർഷം വരെ തടവോ, അതുപോലെ തന്നെ 2 ലക്ഷം രൂപ പിഴയോ, 3+2 കേട്ടോ. 3 വർഷം വരെ തടവ്, 2 ലക്ഷം രൂപ വരെ പിഴ. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിരിക്കട്ടെ, ഇത് പഠിക്കാൻ എളുപ്പമുള്ളൊരു ഇതുണ്ട്. അതായത് സെക്ഷൻ 65 മുതൽ സെക്ഷൻ 66E വരെ 3 വർഷം വരെയാണ് തടവ്. അത് നിങ്ങൾ ബേസ് ആയിട്ട് അങ്ങ് അറിഞ്ഞിരിക്കണം. സെക്ഷൻ 65 മുതൽ സെക്ഷൻ 66E വരെയുള്ള കുറ്റകൃത്യങ്ങളുടെ തടവ് ശിക്ഷ എത്രയാണ്? 3 വർഷം വരെയാണ്. അതങ്ങ് പഠിച്ചു നോക്കണം. സെക്ഷൻ 65 മുതൽ സെക്ഷൻ 66E വരെ 3 വർഷം വരെയാണ് തടവ്. അതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇനി വരുമ്പോൾ നമുക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? സെക്ഷൻ 65 എന്താണ് പറഞ്ഞത്? സൈബർ ടാമ്പറിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 65. അപ്പോൾ സെക്ഷൻ 65 പ്രകാരം സൈബർ ടാമ്പറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലെ ശരിയായ രേഖകൾ നീക്കം ചെയ്യുകയോ തെറ്റായ രേഖകൾ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്നതാണ് സൈബർ ടാമ്പറിംഗ്. അപ്പോൾ സൈബർ ടാമ്പറിങ്ങിനുള്ള സെക്ഷൻ 65 പ്രകാരം സൈബർ ടാമ്പറിങ്ങിനുള്ള ശിക്ഷ എന്താണ്? 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ. 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ പിഴയാണ്. 3+2 എന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. 3+2 എന്ന് ഓർത്ത് വെച്ചോണം. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നോക്കാം. അടുത്തത് സെക്ഷൻ 66 കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസസ്. ഇത് ഹാക്കിംഗ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സെക്ഷൻ 66 എന്താണ്? കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസസ് ഓർ ഹാക്കിംഗ് എന്നാണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 66. അപ്പോൾ സെക്ഷൻ 66 എന്താണ്? കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 66 അഥവാ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസസ് ആണ്. അപ്പോൾ 2008 IT ആക്ട് ഭേദഗതി പ്രകാരം ഹാക്കിംഗ് എന്നത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ് ആക്കി മാറ്റി കണ്ടോ. അപ്പോൾ എന്താണ്? 2008 ഭേദഗതി പ്രകാരം ഹാക്കിംഗ് എന്നത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ് ആക്കി മാറ്റി കേട്ടോ. അപ്പോൾ സെക്ഷൻ 66 ഹാക്കിംഗ് എന്ന് അറിയപ്പെടും. അത് 2008 ഭേദഗതി പ്രകാരം കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ് ആക്കി മാറ്റി കേട്ടോ. അപ്പോൾ എന്താണ് ഈ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ് അഥവാ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു നോക്കണം. ഒരു കമ്പ്യൂട്ടറിലെയോ നെറ്റ്വർക്കിലെയോ സുരക്ഷ ഭേദിച്ച് അതിലെ വിവരങ്ങൾ കണ്ടുപിടിക്കുന്ന പ്രക്രിയയാണ് ഹാക്കിംഗ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഹാക്കിംഗ് ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളതാണ്. എന്താണ് നമ്മൾ സിനിമകളിൽ കാണുന്നത്? എന്താണ്
ഒരാളുടെ അക്കൗണ്ടൊക്കെ ഹാക്കിങ് ചെയ്ത് അയാളുടെ പെർമിഷൻ ഇല്ലാതെ അക്കൗണ്ടൊക്കെ അയാളുടെ പാസ്വേഡ് സുരക്ഷയൊക്കെ ഭേദിച്ച് ഹാക്ക് ചെയ്ത് എന്താണ് അതിലെ വിവരങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ ഹാക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ സിനിമകളിലൊക്കെ എത്രയോ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അക്കൗണ്ട് ഹാക്ക് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഒരു കമ്പ്യൂട്ടറിലെയോ നെറ്റ്വർക്കിലെയോ സുരക്ഷ ഭേദിച്ച് അതിലെ വിവരങ്ങൾ കണ്ടുപിടിക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് ഹാക്കിംഗ്. ഈ ഹാക്കിങ്ങിൻ്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 വർഷം വരെ തടവോ 5 ലക്ഷം രൂപ വരെ പിഴയോ. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞു സെക്ഷൻ 65 മുതൽ സെക്ഷൻ 66E വരെ 3 വർഷമാണ് തടവ്. അപ്പോൾ 3 വർഷം വരെ തടവോ 5 ലക്ഷം രൂപ വരെ പിഴയോ കേട്ടോ. ഹാക്കിംഗ് ആകുമ്പോൾ 5 ലക്ഷം രൂപ വരെ പിഴ കേട്ടോ. അപ്പം 3 വർഷം തടവോ 5 ലക്ഷം രൂപ വരെ പിഴയോ. അപ്പോൾ ഒന്നുകൂടെ പറയാം. സെക്ഷൻ 66 എന്താണ്? കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസസ് അഥവാ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ്. 2008 ഭേദഗതി പ്രകാരം ഹാക്കിംഗ് എന്നത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ് ആക്കി മാറ്റി. അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുവാണെങ്കിൽ ഒരു കമ്പ്യൂട്ടറിലെയോ നെറ്റ്വർക്കിലെയോ സുരക്ഷ ഭേദിച്ച് അതിലെ വിവരങ്ങൾ കണ്ടുപിടിക്കുന്ന പ്രക്രിയയാണ് ഹാക്കിംഗ് അഥവാ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസസ് എന്ന് പറയുന്നത്. അതിൻ്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 66 ശിക്ഷ എന്ന് പറഞ്ഞത് 3 വർഷം വരെ തടവോ 5 ലക്ഷം രൂപ വരെ പിഴയോ ആണ്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. സെക്ഷൻ 66B, അതായത് പണിഷ്മെൻറ്റ് ഫോർ ഡിസ്ഓണസ്റ്റ്ലി റിസീവിങ് സ്റ്റോളൻ കമ്പ്യൂട്ടർ റിസോഴ്സസ് ഓർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. അതായത് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മോഷണം, മോഷണ വസ്തുക്കൾ സ്വീകരിക്കൽ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. സെക്ഷൻ 66B എന്താണ്? ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മോഷണം. അത് നമുക്കറിയാലോ. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മോഷണം, മോഷണ വസ്തുക്കൾ സ്വീകരിക്കൽ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 66B. അപ്പോൾ എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. മോഷ്ടിക്കപ്പെട്ട കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ, ആശയവിനിമയ ഉപകരണങ്ങൾ എന്നിവയുടെ ഉപയോഗം ഈ സെക്ഷൻ്റെ പരിധിയിൽ പെടുന്ന കുറ്റകൃത്യമാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം. സെക്ഷൻ 66B എന്താണ്? ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മോഷണം അഥവാ മോഷണ വസ്തുക്കൾ സ്വീകരിക്കൽ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ഇലക്ട്രോണിക് ഉപകരണങ്ങളായിട്ടുള്ള കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉപകരണങ്ങളൊക്കെ മോഷ്ടിക്കുകയോ അതുപോലെ തന്നെ മോഷ്ടിക്കപ്പെട്ട ഉപകരണങ്ങളിലൂടെയൊക്കെയുള്ള മോഷ്ടിക്കപ്പെട്ട ഉപകരണങ്ങൾ, മോഷണ വസ്തുക്കൾ സ്വീകരിക്കൽ എന്നിവയെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 66B. അപ്പോൾ സെക്ഷൻ 66B പ്രകാരം ശിക്ഷ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് 3 വർഷം വരെ തടവ്. സെക്ഷൻ 65 മുതൽ സെക്ഷൻ 66E വരെ 3 വർഷം വരെ തടവാണ്. അപ്പോൾ 3+ 1 ലക്ഷം രൂപ വരെ പിഴയാണ് കേട്ടോ. അപ്പോൾ മോഷണത്തിന് 1 ലക്ഷം രൂപ വരെ പിഴയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം. 3 വർഷം വരെ തടവോ 1 ലക്ഷം രൂപ വരെ പിഴയോ ആണ് കിട്ടുന്നത്. അപ്പോൾ സെക്ഷൻ 66B എന്താണ്? ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മോഷണം അഥവാ മോഷണ വസ്തുക്കൾ സ്വീകരിക്കൽ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. മോഷ്ടിക്കപ്പെട്ട കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ, ആശയവിനിമയ ഉപകരണങ്ങൾ എന്നിവയുടെ ഉപയോഗം ഈ സെക്ഷൻ്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണ്. ശിക്ഷ എന്താണ്? 3 വർഷം വരെ തടവോ 1 ലക്ഷം രൂപ വരെ പിഴയോ ആണ്. ഇനി അടുത്ത സെക്ഷനിലോട്ട് പോവാം. അടുത്ത സെക്ഷൻ 66C എന്താണ്? പണിഷ്മെൻറ്റ് ഫോർ ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആണ്. അഥവാ സ്വത്വാപഹരണം, ഐഡൻറ്റിറ്റി തെഫ്റ്റ്. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഐഡൻറ്റിറ്റി തെഫ്റ്റ് ഏത് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ഏതാണ്? സെക്ഷൻ 66C ആണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. മറ്റൊരു വ്യക്തിയുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ, പാസ്വേഡ്, മറ്റെന്തെങ്കിലും തിരിച്ചറിയൽ സവിശേഷതകൾ എന്നിവയെ ഉപയോഗിച്ച് കൊണ്ടുള്ള കുറ്റകൃത്യം ഈ സെക്ഷനിൽ പരിധിയിൽപ്പെടുന്നു. അപ്പോൾ ഐഡൻറ്റിറ്റി തെഫ്റ്റ് അഥവാ സ്വത്വപഹരണം, അതായത് ഒരാളുടെ മറ്റൊരു വ്യക്തിയുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ, പാസ്വേഡ്, മറ്റെന്തെങ്കിലും തിരിച്ചറിയൽ സവിശേഷതകൾ എന്നിവ ഉപയോഗിച്ച് കൊണ്ടുള്ള ഒരു കുറ്റകൃത്യമാണ് ഈ സെക്ഷൻ പ്രതി വരുന്നത്. അതാണല്ലോ നമ്മുടെ ഐഡൻറ്റിറ്റി മറ്റൊരാൾ തെഫ്റ്റ് ചെയ്യുക. നമ്മുടെ ഐഡൻറ്റിറ്റി മറ്റൊരാൾ മോഷ്ടിച്ച് കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവിടെ ഈ വരുന്ന ഒരു കുറ്റകൃത്യം എന്ന് പറയുന്നത്. അപ്പം IT ആക്ട് സെക്ഷൻ 66C എന്താണ്? പണിഷ്മെൻറ്റ് ഫോർ ഐഡൻറ്റിറ്റി തെഫ്റ്റ് അഥവാ മറ്റൊരു വ്യക്തിയുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ, പാസ്വേഡ്, മറ്റെന്തെങ്കിലും തിരിച്ചറിയൽ സവിശേഷതകൾ എന്നിവ ഉപയോഗിച്ച് കൊണ്ടുള്ള കുറ്റകൃത്യം ഈ സെക്ഷൻ പരിധിയിൽ പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശിക്ഷ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. 65 മുതൽ 66E വരെയുള്ള സെക്ഷനുകളിൽ 3 വർഷം വരെ തടവ്, 3+ 1 ലക്ഷം രൂപ വരെ പിഴ കേട്ടോ. 1 ലക്ഷം രൂപ വരെ പിഴ. അപ്പോൾ 3 വർഷം വരെ തടവ്, 1 ലക്ഷം രൂപ വരെ പിഴയാണ് സെക്ഷൻ 66C വരുന്നത്. ഇനി അടുത്ത സെക്ഷൻ നോക്കാം. സെക്ഷൻ 66D, പണിഷ്മെൻറ്റ് ഫോർ ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ ബൈ യൂസിങ് കമ്പ്യൂട്ടർ റിസോഴ്സസ് അഥവാ ആൾമാറാട്ടം നടത്തുക. ഏതെങ്കിലും ആശയവിനിമയ ഉപകരണം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിസോഴ്സസ് മുഖേന വ്യക്തിപരമായ ആളുകളെ വഞ്ചിക്കുന്ന കുറ്റകൃത്യമാണ് ഈ സെക്ഷൻ്റെ പരിധിയിൽപ്പെടുന്നത്. അപ്പോൾ സെക്ഷൻ 66D എന്താണ്? ആൾമാറാട്ടം നടത്തുക. അപ്പോൾ
സ്ഥിരമായിട്ട് PSC പരീക്ഷകൾ ചോദിക്കുന്നതാണ്. ആൾമാറാട്ടം നടത്തുക ഏത് സെക്ഷനിലാണ് പ്രതിപാദിക്കുന്നത്? അപ്പോൾ സെക്ഷൻ 66D ആണ്. അപ്പോൾ എന്താണ് സെക്ഷൻ 66D ആൾമാറാട്ടം നടത്തുക എന്ന് പറഞ്ഞതിൻ്റെ ഡീറ്റെയിൽഡ് ഡെഫിനിഷൻ എന്താണ്? ഏതെങ്കിലും ആശയവിനിമയ ഉപകരണം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിസോഴ്സസ് മുഖേന വ്യക്തിപരമായി ആളുകളെ വഞ്ചിക്കുന്ന കുറ്റകൃത്യം ഈ സെക്ഷൻ്റെ പരിധിയിൽപ്പെടുന്നു. സെക്ഷൻ 66D. ശിക്ഷ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സെക്ഷൻ 65 മുതൽ സെക്ഷൻ 66E വരെ 3 വർഷം വരെ തടവാണ്. അപ്പം 3+1,00,000 രൂപ വരെ പിഴ. 3+1 ആണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം. സെക്ഷൻ 66D ആൾമാറാട്ടം നടത്തുക ഏതെങ്കിലും ആശയവിനിമയ ഉപകരണം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിസോഴ്സസ് മുഖേന വ്യക്തിപരമായി ആളുകളെ വഞ്ചിക്കുന്ന കുറ്റകൃത്യം ഈ സെക്ഷൻ്റെ പരിധിയിൽപ്പെടുന്നു. ശിക്ഷ എന്താണ്? 3 വർഷം വരെ തടവും 1,00,000 രൂപ വരെ പിഴയുമാണ്. 3+1 ആണ്. ഇനി നമ്മുടെ സെക്ഷൻ 66E പണിഷ്മെൻറ്റ് ഫോർ വയലേഷൻ ഓഫ് പ്രൈവസി, സ്വകാര്യതാപഹരണം. പണിഷ്മെൻറ്റ് ഫോർ വയലേഷൻ ഓഫ് പ്രൈവസി, സ്വകാര്യതാപഹരണം. അതായത് ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ ഒരാളുടെ സ്വകാര്യ ചിത്രങ്ങൾ അവരുടെ സമ്മതമോ അനുവാദമോ ഇല്ലാതെ പ്രസിദ്ധീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഈ സെക്ഷൻ്റെ പരിധിയിൽപ്പെടുന്ന കുറ്റകൃത്യമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്വകാര്യത പറയാം. നമ്മുടെ സ്വകാര്യത എന്താണ്? നമ്മുടെ സ്വകാര്യത എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സ്വകാര്യത എന്ന് പറയുന്നത്. അത് മറ്റൊരാൾ പ്രസിദ്ധീകരിക്കുക, നമ്മുടെ അനുവാദമോ സമ്മതമോ ഇല്ലാതെ മറ്റൊരാൾ പ്രസിദ്ധീകരിക്കുകയും പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ പ്രൈവറ്റ് ഫോട്ടോസൊക്കെ പ്രസിദ്ധീകരിക്കുകയും പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നതിനെയാണ് ഈ ഒരു സെക്ഷൻ്റെ പരിധിയിൽ കുറ്റകൃത്യമായിട്ട് വരുന്നത്. അതായത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരാളുടെ സ്വകാര്യതയിലേക്ക് സൈബർ സ്പേസ് വഴി കടന്നുകയറ്റം ഈ സെക്ഷൻ്റെ പരിധിയിൽ വരുന്നു. അപ്പോൾ സെക്ഷൻ 66E എന്താണ്? പണിഷ്മെൻറ്റ് ഫോർ വയലേഷൻ ഓഫ് പ്രൈവസി, സ്വകാര്യതാപഹരണം. സ്വകാര്യതാപഹരണം അഥവാ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്? ഒരാളുടെ സ്വകാര്യ ചിത്രങ്ങൾ അവരുടെ സമ്മതമോ അനുവാദമോ ഇല്ലാതെ പ്രസിദ്ധീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഈ സെക്ഷൻ്റെ പരിധിയിൽ വരുന്ന കുറ്റമാണ്. അതായത് ഒരാളുടെ സ്വകാര്യതയിലേക്ക് സൈബർ സ്പേസ് വഴി കടന്നും കയറ്റം ഈ ഒരു സെക്ഷൻ്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ ശിക്ഷ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സെക്ഷൻ 65 മുതൽ സെക്ഷൻ 66E വരെ 3 വർഷം തടവാണ്. 3 വർഷം തടവോ 2,00,000 രൂപ വരെ പിഴയോ. അപ്പം 3 വർഷം തടവാണ്. 3 വർഷം തടവ് പ്ലസ് 2,00,000 രൂപയിൽ കവിയാത്ത പിഴയോ 2,00,000 രൂപ വരെ പിഴയും കേട്ടോ. അപ്പം 3+2 ആണ് കേട്ടോ. 3+2 ആണ്. അപ്പോൾ പഠിച്ചു വെക്കണേ മറക്കരുത്. അപ്പോൾ സെക്ഷൻ 66E എന്താണ്? സ്വകാര്യത അപഹരണം, പണിഷ്മെൻറ്റ് ഫോർ വയലേഷൻ ഓഫ് പ്രൈവസി. എന്താണ്? ഒരാളുടെ സ്വകാര്യ ചിത്രങ്ങൾ അവരുടെ സമ്മതമോ അനുവാദമോ ഇല്ലാതെ പ്രസിദ്ധീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഈ ഒരു സെക്ഷൻ്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണ്. ഒരാളുടെ സ്വകാര്യതയിലേക്ക് സൈബർ സ്പേസ് വഴി കടന്നുകയറ്റം ഈ ഒരു സെക്ഷൻ്റെ പരിധിയിൽ വരുന്ന ശിക്ഷ എന്താണ്? 3 വർഷം വരെ തടവോ 2,00,000 രൂപ വരെ പിഴയോ. 3+2 കേട്ടോ. 3+2. ഇനി നമുക്ക് അടുത്ത് നോക്കാം. സെക്ഷൻ 66F ആണ്. സെക്ഷൻ 66F പണിഷ്മെൻറ്റ് ഫോർ സൈബർ ടെററിസം. അപ്പോൾ പരീക്ഷയ്ക്കൊക്കെ സ്ഥിരമായിട്ട് സൈബർ ടെററിസം ചോദിക്കുന്നൊരു സെക്ഷനാണ് കേട്ടോ. അപ്പോൾ സൈബർ ടെററിസം ഏതാണ്? സെക്ഷൻ 66F ആണ്. അപ്പോൾ എന്താണ് സൈബർ ടെററിസം? നമുക്ക് എല്ലാവർക്കും അറിയാം. ടെററിസം എന്താണെന്ന് എല്ലാവർക്കും അറിയില്ല. അത് സൈബറുമായിട്ട് കണക്ട് ചെയ്താൽ മതി. അഥവാ ഇത്രയേ ഉള്ളൂ. ഇൻ്റർനെറ്റ് മുഖേന നമ്മുടെ ഇന്ത്യയുടെ ഐക്യം, അഖണ്ഡത, സുരക്ഷ, പരമാധികാരം എന്നിവയെ ബാധിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ ഒരു സെക്ഷൻ്റെ പരിധിയിൽ പെടുന്നു കേട്ടോ. അപ്പോൾ എന്താണ് സെക്ഷൻ 66F? എന്താണ്? സൈബർ ടെററിസം ഇൻ്റർനെറ്റ് മുഖേന ഇന്ത്യയുടെ ഐക്യം, അഖണ്ഡത, സുരക്ഷ, പരമാധികാരം എന്നിവയെ ബാധിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ സെക്ഷൻ്റെ പരിധിയിൽ പെടുന്നു. അതിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ ജീവപര്യന്തം വരെയുള്ള തടവ് ശിക്ഷ ലഭിക്കും. അപ്പോൾ ജീവപര്യന്തം വരെയാണ്. അപ്പോൾ വളരെ ഏറ്റവും ഉയർന്ന ശിക്ഷ കിട്ടുന്ന ഒരു IT ആക്ടിലെ വകുപ്പാണ്. അഥവാ ജീവപര്യന്തം വരെയുള്ള തടവ് ശിക്ഷയ്ക്കാണ് ലഭിക്കുന്നത്. ജീവപര്യന്തം വരെയുള്ള തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് സെക്ഷൻ 66F സൈബർ ടെററിസം എന്ന് പറയുന്നത്. സൈബർ ടെററിസം ക്ലിയർ അല്ലേ? സൈബർ ടെററിസം പഠിക്കാൻ എളുപ്പമല്ലേ? സെക്ഷൻ 66F എന്താണ്? പണിഷ്മെൻറ്റ് ഫോർ സൈബർ ടെററിസം അഥവാ സൈബർ ടെററിസം സെക്ഷൻ 66F ആണ്. 66F സൈബർ ടെററിസം. സൈബർ ടെററിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റർനെറ്റ് മുഖേനയുള്ള ഇന്ത്യയുടെ ഐക്യം, അഖണ്ഡത, സുരക്ഷ, പരമാധികാരം എന്നിവയെ ബാധിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ ഒരു സെക്ഷൻ്റെ പരിധിയിൽ പെടുന്നു. ശിക്ഷ എന്താണ്? ജീവപര്യന്തം വരെയുള്ള തടവ് ശിക്ഷ ലഭിക്കും. ജീവപര്യന്തം വരെയുള്ള തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് സെക്ഷൻ 66F സൈബർ ടെററിസം. ഇനി നമുക്ക് സെക്ഷൻ 67 പണിഷ്മെൻറ്റ് ഫോർ പബ്ലിഷിംഗ് ആൻഡ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഓബ്സെൻസ് മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് ഫോം അഥവാ സെക്ഷൻ 67 എന്ന് പറയുന്നത് അശ്ലീല ചിത്രങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിനോ കൈമാറുന്നതിനോ ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ്. അപ്പോൾ സെക്ഷൻ 67 എന്താണ്? അശ്ലീല ചിത്രങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിനോ
കൈമാറുന്നതിനുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 67 എന്ന് പറയുന്നത്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ വഴി അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രചരിപ്പിക്കുന്നത് ഈ പരിധിയിൽ വരുന്ന കുറ്റമാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം. ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ വഴി അശ്ലീല ചിത്രങ്ങൾ ഓർ വീഡിയോകൾ എന്നിവ പ്രചരിപ്പിക്കുന്ന ഈ ഒരു പരിധിയിൽ വരുന്ന കുറ്റമാണ്. അതിൻ്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ് ഈ സെക്ഷൻ 67ൻ്റെ ശിക്ഷ വരുന്നത്. ശിക്ഷ ആദ്യ തവണയാണ് ചെയ്യുന്നതെങ്കിൽ 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയുമാണ്. ശിക്ഷ ആദ്യ തവണയാണ് ചെയ്യുന്നതെങ്കിൽ 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെയുമാണ്. അത് രണ്ടാം തവണ ആവർത്തിക്കുകയാണെങ്കിൽ ഇരട്ടിയാവും. നിങ്ങൾ കണക്കൂട്ടി വെക്കണം. രണ്ടാം തവണ അല്ലെങ്കിൽ കുറ്റം ആവർത്തിച്ചാൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയുമാണ്. നോൺ ബെയിലബിൾ ഒഫൻസ് ആണ് കേട്ടോ. ജാമ്യമില്ല വകുപ്പാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. സെക്ഷൻ 67 എന്ന് പറഞ്ഞാൽ എന്താണ്? അശ്ലീല ചിത്രങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിനോ കൈമാറുന്നതിനുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 67 എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ വഴി അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രചരിപ്പിക്കുന്നത് ഈ പരിധിയിൽ വരുന്ന കുറ്റമാണ്. ഇതിൻ്റെ സെക്ഷൻ 67ൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്? ശിക്ഷ ആദ്യ തവണയാണ് ചെയ്യുന്നതെങ്കിൽ 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയുമാണ്. 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയുമാണ് ആദ്യ തവണ ചെയ്യുവാണ്. രണ്ടാം തവണ അല്ലെങ്കിൽ കുറ്റം ആവർത്തിച്ചാൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും കിട്ടുന്ന നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ഇനി സെക്ഷൻ 67A എന്താണെന്ന് നോക്കാം. 67A എന്ന് പറഞ്ഞാൽ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം, പ്രചരണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ്. അഥവാ കുറച്ചുകൂടി ഇത് പറയുകയാണെങ്കിൽ പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട IT ആക്ടിലെ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ പോണോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. സെക്ഷൻ 67A ആണ് കേട്ടോ. അപ്പോൾ പോണോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട IT ആക്ട് സെക്ഷൻ ഏതാണ്? സെക്ഷൻ 67A ആണ്. അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക, പ്രചരിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത് പോണോഗ്രഫിയാണ് കേട്ടോ. അപ്പോൾ അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക, പ്രചരിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത് പോണോഗ്രഫിയാണ്. ഈ പോണോഗ്രഫിക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് ശിക്ഷ ആദ്യ തവണയാണ് ചെയ്യുന്നതെങ്കിൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയുമാണ് കേട്ടോ. ആദ്യ തവണയാണ് ചെയ്യുന്നതെങ്കിൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയുമാണ്. രണ്ടാം തവണ അല്ലെങ്കിൽ കുറ്റം ആവർത്തിച്ചാൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയുമാണ് കേട്ടോ. 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയുമാണ്. കൊഗ്നൈസബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസുമാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. സെക്ഷൻ 67A എന്ന് പറഞ്ഞാൽ എന്താണ്? അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം, പ്രചരണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. അതിന് മറ്റൊരു പേര് പറയുന്നത് പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട IT ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 67A എന്ന് പറയുന്നത്. അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക, പ്രചരിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പോണോഗ്രഫി എന്ന് പറയുന്നത്. ഇതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് ആദ്യ തവണയാണ് ചെയ്യുന്നതെങ്കിൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയുമാണ്. രണ്ടാം തവണ അല്ലെങ്കിൽ കുറ്റം ആവർത്തിച്ചാൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയുമാണ് കിട്ടുന്നത്. നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. സെക്ഷൻ 67B എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം, പ്രചരണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് കേട്ടോ. അഥവാ പറയുന്നത് ചൈൽഡ് പോണോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട IT ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 67B എന്ന് പറയുന്നത്. ചൈൽഡ് പോണോഗ്രഫി. അപ്പം എന്താണ് ചൈൽഡ് പോണോഗ്രഫി എന്ന് പറഞ്ഞാൽ? കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം, പ്രചരണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 67B ചൈൽഡ് പോണോഗ്രഫി എന്നറിയപ്പെടുന്നത്. ഇതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് ശിക്ഷ ആദ്യ തവണയാണ് ചെയ്യുന്നതെങ്കിൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയുമാണ്. രണ്ടാം തവണ അഥവാ ശിക്ഷ രണ്ടാം തവണ അല്ലെങ്കിൽ കുറ്റം ആവർത്തിച്ചാൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയുമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. സെക്ഷൻ 67B എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം എന്നിവയെക്കുറിച്ചുള്ള പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 67B ചൈൽഡ് പോണോഗ്രഫി എന്ന് പറയുന്ന വകുപ്പ്. അതുപോലെ തന്നെ അതിനുള്ള ചൈൽഡ് പോണോഗ്രഫിക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് ശിക്ഷ ആദ്യ തവണയാണ് ചെയ്യുന്നതെങ്കിൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയുമാണ്. രണ്ടാം തവണ അല്ലെങ്കിൽ കുറ്റം ആവർത്തിച്ചാൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും കിട്ടുന്ന കുറ്റകൃത്യമാണ്. ഇനി നമ്മൾ സെക്ഷൻ 72 എന്താണെന്ന് നോക്കാം. പെനാൽറ്റി ഫോർ ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യലി ആൻഡ് പ്രൈവസി. അതായത് സെക്ഷൻ 72 എന്ന് പറഞ്ഞാൽ രഹസ്യാത്മകതയുടെയും സ്വകാര്യതയുടെയും ലംഘനത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ്. രഹസ്യാത്മകതയുടെയും അതുപോലെ തന്നെ സ്വകാര്യതയുടെയും ലംഘനത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 72 എന്ന് പറഞ്ഞാൽ. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ എന്തെങ്കിലും സ്വകാര്യ വസ്തുക്കൾ, പേഴ്സണൽ ഡയറി, അതുപോലെ തന്നെ പ്രമാണം,
കത്തിടപാടുകൾ പോലുള്ള ഇലക്ട്രോണിക് റെക്കോർഡുകൾ എന്നിവ ഒരാളുടെ സമ്മതമില്ലാതെ കൈവശപ്പെടുത്തുന്നതിനുള്ള കുറ്റകൃത്യമാണ്. അപ്പോൾ എന്താണ്? സ്വകാര്യ വസ്തുക്കൾ, എന്തെങ്കിലും സ്വകാര്യ വസ്തുക്കൾ, പേഴ്സണൽ ഡയറി, പ്രമാണം, കത്തിടപാടുകൾ പോലെയുള്ള ഇലക്ട്രോണിക് റെക്കോർഡുകൾ എന്നിവ ഒരാളുടെ സമ്മതമില്ലാതെ കൈവശപ്പെടുത്തുന്നത് കുറ്റകരമാണ് എന്ന് പറയുന്നതാണ് സെക്ഷൻ 72. അപ്പോൾ രഹസ്യാത്മകതയുടെയും സ്വകാര്യതയുടെയും ലംഘനത്തിനെക്കുറിച്ചുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 72. അപ്പോൾ എന്താണ്? എന്തെങ്കിലും സ്വകാര്യ വസ്തുക്കൾ, പേഴ്സണൽ ഡയറി, പ്രമാണം, കത്തിടപാടുകൾ, ഇലക്ട്രോണിക് റെക്കോർഡുകൾ എന്നിവ ഒരാളുടെ സമ്മതമില്ലാതെ കൈവശപ്പെടുത്തുന്നത് കുറ്റകരമാണെന്ന് പറയുന്നതാണ് സെക്ഷൻ 72. സെക്ഷൻ 72ൻ്റെ ശിക്ഷ എന്ന് പറഞ്ഞത് 2 വർഷം വരെ തടവോ 1 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന ശിക്ഷയാണ്. അപ്പോൾ 2 ലക്ഷം രൂപ വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും കിട്ടുന്ന കുറ്റകൃത്യമാണ് സെക്ഷൻ 72 എന്ന് പറയുന്നത്. ഇനി അടുത്ത സെക്ഷൻ 77B, ഒഫൻസസ് വിത്ത് 3 years ഇംപ്രിസൺമെൻറ്റ് ടു ബി ബെയിലബിൾ. അതായത് സെക്ഷൻ 77B എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക, ഇത്രയേ ഉള്ളൂ. 3 വർഷം വരെ തടവ് ശിക്ഷയ്ക്കുള്ള ജാമ്യം ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ്. അപ്പോൾ 3 വർഷം വരെ തടവ് ശിക്ഷയ്ക്കുള്ള ജാമ്യം ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 77B എന്ന് പറയുന്നത്. അപ്പം ഇനി നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന കൂട്ടുകാരുടെ ശ്രദ്ധയ്ക്ക് ഇത്രയും സെക്ഷൻസാണ് നമ്മുടെ സിലബസിൽ തന്നിട്ടുണ്ട്. നമ്മൾ ഇത്രയും പഠിച്ച സെക്ഷൻസ്, നിങ്ങൾ ഇത്രയും സെക്ഷൻസ് മാക്സിമം പഠിക്കാൻ നോക്കുക. അപ്പോൾ ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. 2 മാർക്ക് ഉറപ്പിച്ചോ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് 2 മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ടും കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ആദ്യത്തെ ക്വസ്റ്റ്യൻ, മനു തൻ്റെ കമ്പ്യൂട്ടറിൽ പൂർത്തീകരിച്ചു വെച്ച നിർണായകമായ ഒരു ഔദ്യോഗിക റിപ്പോർട്ട് മനുവിൻ്റെ അനുമതിയില്ലാതെ കണ്ടെത്താനും നശിപ്പിക്കുവാനും മനുവിൻ്റെ സഹപ്രവർത്തകൻ വിനു ശ്രമിക്കുന്നു. ഇതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത് മറ്റൊരു സഹപ്രവർത്തകനായ വരുണാണ്. വിനു മനുവിൻ്റെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെച്ച ഔദ്യോഗിക റിപ്പോർട്ട് വൈറസ് കലർത്തി നശിപ്പിച്ചു. ഇവിടെ വിനുവും വരുണും ചെയ്ത കുറ്റം എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കുറ്റമാണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. കമ്പ്യൂട്ടർ സിസ്റ്റം മുതലായവ നാശനഷ്ടം വരുത്തുക എന്നുള്ളത്. ഇതിൻ്റെ സെക്ഷൻ ഏതാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. സെക്ഷൻ 43. സെക്ഷൻ 43 എന്താണ്? കമ്പ്യൂട്ടർ സിസ്റ്റം മുതലായവർക്ക് നാശനഷ്ടം വരുത്തി വെക്കുക എന്നതിനുള്ള നഷ്ടപരിഹാരത്തിനുള്ള ശിക്ഷയാണ് സെക്ഷൻ 43 പറയുന്നത്. അതാണ് ഈ ഒരു ക്വസ്റ്റിന് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബാങ്ക് ഉദ്യോഗസ്ഥ എന്ന വ്യാജേന മുതിർന്ന പൗരനെ വിളിച്ച് ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും സ്വകാര്യ വിവരങ്ങളും ഫോൺ മുഖേനയും ഇമെയിൽ മുഖേനയും ചോർത്തിയെടുത്തു ശേഷം മുതിർന്ന പൗരൻ്റെ അക്കൗണ്ടിൽ നിന്ന് 71,000 രൂപ ഡെബിറ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ നടന്ന കുറ്റകൃത്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ ആണ്. തിരിച്ചറിയൽ മോഷണം അഥവാ ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആണ്. അപ്പോൾ ഐഡൻറ്റിറ്റി തെഫ്റ്റ് ഐഡൻറ്റിറ്റി തെഫ്റ്റിനുള്ള സെക്ഷൻ ഏതാണ്? ഐഡൻറ്റിറ്റി തെഫ്റ്റിനുള്ള സെക്ഷൻ ഏതാണ്? IT ആക്ട് സെക്ഷൻ 66C അല്ലേ ഐഡൻറ്റിറ്റി തെഫ്റ്റ്. അതിനുള്ള എന്താണ്? ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആണ് ഇവിടെ വരുന്നത് കുറ്റകൃത്യം. തിരിച്ചറിയൽ മോഷണം അഥവാ ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കമ്പ്യൂട്ടർ ഉറവിടങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നതിനെ കുറിച്ച് IT ആക്ട് 2000 ഏത് വകുപ്പാണ് വരുന്നത്? സെക്ഷൻ 66D ആണ് കേട്ടോ. ആൾമാറാട്ടം നടത്തുക ഏതാണ്? സെക്ഷൻ 66D ആണ്. വകുപ്പ് 66D ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. IT ആക്ട് നിയമത്തിലെ ഏത് വകുപ്പാണ് സൈബർ ഭീകരതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? നമ്മൾ പഠിച്ചാണ് സൈബർ ടെററിസം. വകുപ്പ് 66F ആണ്. അതായത് സെക്ഷൻ 66F ആണ്. ജീവപര്യന്തം വരെയുള്ള ശിക്ഷയ്ക്കും അതുപോലെ തന്നെ ജീവപര്യന്തം വരെയുള്ള വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് സൈബർ ഭീകരത അഥവാ സൈബർ ടെററിസമാണ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, സൈബർ ഭീകരവാദത്തിന് വിവരസാങ്കേതിക നിയമം പ്രതിപാദിക്കുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? എന്താണ് പരമാവധി ശിക്ഷയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? വധശിക്ഷയല്ലേ പരമാവധി. ജീവപര്യന്തം വരെയുള്ള വധശിക്ഷയാണ് പരമാവധി ശിക്ഷയായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയോ അശ്ലീല വസ്തുക്കൾ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സൈബർ പോണോഗ്രഫിയാണ്. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഒരു പ്രീവിയസ് ഇയർ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുള്ളതിൻ്റെ ഒരു മോഡലാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻസിലൂടെ കാണിച്ചു തന്നത്. അപ്പോൾ 2 മാർക്കിനാണ് ഈ ഒരു IT ആക്ടിൽ നിന്ന് നിങ്ങൾക്ക് നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ് കണ്ട കൂട്ടുകാർക്കെല്ലാം 2 മാർക്ക് ഷുവറായിട്ടും കിട്ടുന്നതാണ്. ഇത്രയും സെക്ഷൻസ് നിങ്ങളങ്ങ് കാണാതെ പഠിച്ചു വെച്ചു. ഇത്രയും സെക്ഷൻസ് അങ്ങ് തറവാക്കി പഠിച്ചു വെച്ചാൽ നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു IT ആക്ടിൽ നിന്ന് 2 മാർക്ക് ഉറപ്പിക്കാമെന്ന ഒരു ചോദ്യമാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ക്ലാസ് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ടൊന്ന് കാണാൻ ശ്രമിക്കുക നാളത്തെ പരീക്ഷയ്ക്ക് മുമ്പ്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ബാക്കിയുള്ള കൂട്ടുകാർ ഷെയർ ചെയ്യുക.
ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇത്ര നേരം കണ്ട കൂട്ടുകാർക്കെല്ലാം താങ്ക് യു ഓൾ. നാളത്തെ പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ ഈ ഒരു IT ആക്ടിൽ നിന്ന് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് 2 മാർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.